മന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയ 2 പ്രസംഗങ്ങളിലും അതാണ് കണ്ടത്. ഒരു വിഷയം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കാം. കടമെടുപ്പ് പരിധി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി കിട്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതായി കേട്ടത്. കേരളത്തിന് തിരിച്ചടിയാണോ ഉണ്ടായത്? ഭരണഘടനയിലെ 293 വകുപ്പ് തെറ്റായി വ്യാഖ്യാനിച്ചാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിനുമേൽ കടന്നു കയറിയത്. കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും കടമെടുക്കുന്ന തുക ഓഫ് ബജറ്റ് ബോറോയിങ് ആയി പരിഗണിക്കുമെന്നും അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പായി കണക്കാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്. കേന്ദ്ര സർക്കാരിന് കീഴിലെ നാഷണൽ ഹൈവേ അതോറിറ്റി, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇത്തരം ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തുന്നില്ല. അപ്പോഴാണ് സംസ്ഥാനങ്ങൾക്കെതിരെ ഇങ്ങനെയൊരു നിലപാടെടുത്തിട്ടുള്ളത്. ഈ നിലപാടിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി 43 പ്രകാരം സംസ്ഥാന കടമെടുപ്പ് പൂർണ്ണമായും നിയമസഭയുടെ അധികാര പരിധിയിലുള്ളതാണ്. ഇതിൽ നിയന്ത്രണങ്ങൾ വരുത്താനുള്ള കേന്ദ്രത്തിൻ്റെ അധികാര പ്രയോഗം ഭരണഘടനാ വിരുദ്ധമാണ്. ഇതാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച കാതലായ വാദം. കടമെടുപ്പിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി കിട്ടിയെന്ന പ്രധാനമന്ത്രിയുടെ വാദം വസ്തുതയല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം BJP 3ാം സ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എത്തുമെന്നും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് കണ്ടത്.